ഇടുക്കിയിൽ കെ.എസ്.ഇ.ബിയുടെ എതിർപ്പ് മൂലം ജില്ലാ ആസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാണ്. ജില്ലാ പഞ്ചായത്തിന് ലഭിക്കേണ്ട 100 ഏക്കർ ഭൂമിയാണ് അനാവശ്യ തർക്കം മൂലം കാട് പിടിച്ചു കിടക്കുന്നത്. സർക്കാർ ഉത്തരവുണ്ടായിട്ടും ഭൂമി കൈമാറാൻ കെ.എസ്.ഇ.ബി തയ്യാറല്ല. അതാണ് പ്രശ്നം. ലാണ് 474 ഹെക്ടർ ഭൂമി ഇടുക്കി വികസന അതോറിറ്റിക്ക് കൈമാറാൻ സർക്കാർ ഉത്തരവിട്ടത്. കെ.എസ്.ഇ.ബിക്ക് വനം വകുപ്പ് പാട്ടത്തിന് നൽകിയിരുന്ന 100 ഏക്കറോളം സ്ഥലം ഉൾപ്പെടെയാണ് കൈമാറിയത്. എന്നാൽ വനം വകുപ്പിന് ഇപ്പോഴും പാട്ടം നൽകുന്ന സ്ഥലമായതിനാൽ വിട്ടുകൊടുക്കാനാകില്ലെന്നാണ് കെ.എസ്.ഇ.ബിയുടെ നിലപാട്. പ്രശ്നപരിഹാരത്തിനായി കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിലും കെ.എസ്.ഇ.ബി നിലപാട് മാറ്റിയില്ല. 1980 സ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുത്തപ്പോൾ ഈ കെ.എസ്.ഇ.ബി ഫോറസ്റ്റുമായിട്ടുണ്ടായിരുന്ന ലീസ് എഗ്രിമെൻറ്റും സ്വാഭാവികമായിട്ട് ക്യാൻസലായി. അവർക്ക് ഈ പറയുന്ന യാതൊരു റൈറ്റും ഈ സ്ഥലത്തിലില്ല. അത് പക്കയായിട്ട് തന്നെ ആ ഗവൺമെൻറ് ഉത്തരവ് അനുസരിച്ച് റവന്യൂ ലാൻഡാണ്. അത് കെ.എസ്.ഇ.ബി വിട്ടു തന്നാൽ അവിടെ ഒരു 70-75 ഏക്കർ സ്ഥലവും കൂടെ ഉപയോഗിച്ച് ഈ വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ സ്ഥാപനങ്ങൾക്ക് അവിടെ സ്ഥലം അനുവദിക്കാനും ഡെവലപ്മെൻറ്റും നടത്താനും ഒക്കെ കഴിയും. അതിനെ മനഃപൂർവ്വമായി തടസ്സപ്പെടുത്തുക എന്നുള്ളൊരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കെ.എസ്.ഇ.ബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. മിനി സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തേണ്ട സ്ഥലമാണ് കാടുകയറി നശിക്കുന്നത്. ചെറുതോണി ടൗണിനടുത്ത് സ്ഥിതി ചെയ്യുന്ന 100 ഏക്കറോളം സ്ഥലം വിട്ടുകിട്ടിയാൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഫയൽ മുഖ്യമന്ത്രിക്ക് കൈമാറാൻ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. വകുപ്പുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് ആവശ്യം. റിപ്പോർട്ടർ, ഇടുക്കി.